ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് കറിവേപ്പിലയാണേ. ഇതായി കറിവേപ്പിലയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ തണ്ടയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് എടുത്തിട്ടുള്ള 1 കപ്പ് കറിവേപ്പിലയാണ് കേട്ടോ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണത്. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി കറിവേപ്പിലയുടെ ഷെയ്ഡൊക്കെ ഒന്ന് മാറിയിട്ട് ഇതുപോലെ കൈകൊണ്ട് പൊടിക്കാവുന്ന പാകാകണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി കൈ വെച്ചിട്ട് തന്നെ ഈ കറിവേപ്പില നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. ഈ ഒരു പാകമായ മതി. ഇനി ഇതിലേക്ക് ചേർക്കണത് 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് കടലമാവും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ജീരകവും, 1/4 ടീസ്പൂൺ കായപ്പൊടിയും, നമ്മുടെ പാകത്തിനുള്ള ഉപ്പും, 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ, അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ കുറച്ച് കുറവായിട്ട് ചേർത്തിയേ. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുള്ള മുറുക്കാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇത് സാധാ പച്ചവെള്ളം തന്നെയാണ്. എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നേ. ഇനി മാവ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വെക്കേണ്ട. ഇനിതാ നമ്മുടെ മുറുക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഇതുപോലത്തെ സ്റ്റാറച്ചാണ്. ഇനി ഇത് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് വിട്ടു വരാനായിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിനുള്ളിലായിട്ട് നമ്മുടെ ഈ മാവ് നിറച്ചിട്ട് അടച്ചു കൊടുക്കാവേ. ഇനി നമ്മുടെ കറിവേപ്പില മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിന് നല്ല ഷേപ്പൊന്നും വേണ്ട, വെറുതെ ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഈ മുറുക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടുക. നമ്മളിതിലേക്ക് ഒരുപാട് കറിവേപ്പിലയൊക്കെ ചേർക്കണ കൊണ്ട് തന്നെ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു മുറുക്കിനെ മുന്നിട്ട് നിൽക്കുക. കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മുഴുവൻ മാവ് വെച്ചിട്ടും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവേ. മുഴുവനും വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ചെറിയ പീസായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് കറിവേപ്പിലയും എള്ളും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർക്കണ കൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക രുചിയാണ്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ കറിവേപ്പില മുറുക്കൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്